പ്രിയമുള്ളവരെ, വചനജ്വാല 1530 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 8 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 49 അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഇസ്രായേലിലെ മറ്റ് മഹാന്മാർ വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമള പൂരിതമാണ് ജോസിയായുടെ സ്മരണ. നാവിന് തേൻ പോലെയും വീഞ്ഞ് സൽക്കാരത്തിൽ സംഗീതം പോലെയും ആണ് അത്. ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു, ജനത്തെ മാനസാന്തരപ്പെടുത്തി, പാപത്തിന്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞു. അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു. ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. ദാവീദ്, ഹെസക്കിയ, ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി. അത്യുന്നതന്റെ നിയമം അവർ നിരസിച്ചു. അങ്ങനെ യൂദാ രാജവംശം അസ്തമിച്ചു. അധികാരം മറ്റുള്ളവർക്ക് അടിയറ വെച്ചു. തങ്ങളുടെ മഹത്വം അന്യജനതയ്ക്കും. ജെറമിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവച്ചു. അതിന്റെ തെരുവുകൾ ശൂന്യമാക്കി. പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജെറമിയ. അവനെ അവർ പീഡിപ്പിച്ചു. കെരൂബുകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം എസെക്കിയേൽ ദർശിച്ചു. ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റയച്ചു. നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു. 12 പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ. അവർ യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി സംരക്ഷിക്കുകയും ചെയ്തു. സെറൂബാബേലിന്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കും? വലത് കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ. യഹോസദാക്കിന്റെ പുത്രനായ യെശുവായും അങ്ങനെ തന്നെ. അവർ തങ്ങളുടെ നാളുകളിൽ ആലയം പണിതു. കർത്താവിന്റെ നിത്യമഹത്വത്തിന് വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തി. നെഹെമിയായുടെ സ്മരണയും ശാശ്വതമാണ്. അവൻ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി. വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു. ഹെനോക്കിന് തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല. അവൻ ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു. ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല. അവന്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു. ഷേമും സേത്തും ബഹുമാനിതരാണ്. സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ആദവും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായ വിശുദ്ധ ഗോഡ്ഫ്രേയെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. 1050-1115 കാലഘട്ടത്തിൽ സ്വാസോണിൽ ഫ്രഞ്ച് മാതാപിതാക്കളിൽ ജനനം. അമ്മ മരിച്ചപ്പോൾ പിതാവ് അവനെ ദൈവത്തിന് പ്രതിഷ്ഠിച്ചു. രാപ്പകൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ച് 25-ാം വയസ്സിൽ വൈദികനായി. താമസിയാതെ ആപട്ടായി. ആശ്രമം പുതുക്കിപ്പണിതു. 53-ാം വയസ്സിൽ ആമീൻസിലെ ബിഷപ്പായി സ്ഥാനമേറ്റു. അനുതാപ വസ്ത്രം ധരിച്ച് നഗ്നപാതനായിട്ടാണ് നഗരത്തിലേക്ക് പ്രവേശിച്ചത്. ശാന്തത, ക്ഷമ എന്നിവയ്ക്ക് പുറമെ ദിനംപ്രതി ക്രിസ്തുവിൻ്റെയും ശിഷ്യരുടെയും ഓർമ്മയ്ക്കായി
13 ദരിദ്രർക്ക് സ്വന്തം മേശയിൽ നിന്നും ഭക്ഷണം കൊടുത്തിരുന്നു. പലപ്പോഴും കുഷ്ഠരോഗി ആശുപത്രി സന്ദർശിച്ചിരുന്നു. 65-ാം വയസ്സിൽ അദ്ദേഹം നിത്യ സമ്മാനത്തിന് വിളിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇന്ന് തന്നെയാണ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലഘട്ടത്തിൽ 304 കാലഘട്ടത്തിൽ റോമായിലെ ഉദ്യോഗസ്ഥരായിരുന്ന 4 സഹോദരരെ വിഗ്രഹാരാധകരെ അപലപിച്ച് എന്ന കുറ്റത്തിന് ജയിലിലടയ്ക്കുകയും മരിക്കുന്നതുവരെ ഈയക്കട്ടിയുള്ള ചമ്മട്ടി കൊണ്ട് അടിച്ചുകൊണ്ട് ലാവിക്കൽ മാതൃകയിൽ സംസ്കരിക്കുകയും ചെയ്തു. കൂടാതെ ഇന്ന് തന്നെ പരിശുദ്ധ തൃത്വത്തിന്റെ എലിസബത്തിനെ കൂടി അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. 1880-ൽ ഫ്രാൻസിൽ ജനനം. ചെറുപ്പത്തിൽ കടുംപിടുത്തക്കാരിയായിരുന്നു. 10-ാം വയസ്സിൽ പ്രഥമ ദിവ്യകാരുണ്യവും സ്ഥൈര്യലേപനവും ആഴത്തിൽ അവളെ സ്പർശിച്ചു. 14-ാം വയസ്സിൽ ഈശോയെ തൻ്റെ മണവാളനാക്കാൻ തീരുമാനിച്ചു. സ്വകാര്യമായി കന്യാവ്രതം ഏറ്റെടുത്തു. ഡിജോമിലെ കർമ്മലീത്ത മഠത്തിൽ ചേരുകയും അമ്മ എലിസബത്തിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പാർട്ടികൾക്ക് നിർബന്ധിച്ചയച്ചു. കമിതാക്കളെ പുറകെ അയച്ചു. ഇതൊന്നും അവളുടെ മനസ്സിനെ ഇളക്കിയില്ല. 21-ാം വയസ്സിൽ അമ്മയുടെ സമ്മതത്തോടെ തന്നെ കർമ്മലീത്ത മഠത്തിൽ ചേർന്നു. ത്രിത്വത്തിന്റെ എലിസബത്ത് എന്ന നാമം സ്വീകരിച്ചു. 23-ാം വയസ്സിൽ അഡിസൺ രോഗം പിടിപെടുകയും 26-ാം വയസ്സിൽ കഠിന വേദനകൾ സഹിച്ച് ഈ ലോകത്തു നിന്നും യാത്രയായി. പ്രിയമുള്ളവരെ, പരിശുദ്ധ തൃത്വത്തിന്റെ വിശുദ്ധ എലിസബത്തിന്റെയും മെത്രാനായ വിശുദ്ധ ഗോഡ്ഫ്രേയുടെയും ധീരരക്തസാക്ഷികളായ 4 സഹോദരരുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.